നമസ്കാരം. സത്വ ആയുർവേദ ആയുരാരോഗ്യ സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീകണ്ഠൻ. അബുദാബിയിൽ ഇലക്ട്ര സ്ട്രീറ്റിലുള്ള സത്വ ആയുർവേദയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഇന്നത്തെ സെഗ്മെന്റിൽ സത്വ ആയുർവേദയിലെ ഡോക്ടർ ഷൈനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നെക്ക് പെയിനെ കുറിച്ചാണ് ഞാനിന്ന് ഡോക്ടറോട് ചോദിക്കാൻ പോകുന്നത്. നമസ്കാരം ഡോക്ടർ, വെൽക്കം. അപ്പോൾ കഴിഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ പെയിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. ഇന്ന് ഇപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും നെക്ക് പെയിൻ ഒരു വലിയ പ്രശ്നമാണ്. അത് മേ ബി IT ഫീൽഡിലുള്ളവർക്ക്, ഒത്തിരി നേരം ഈ ബാക്ക് പെയിൻ പോലെ തന്നെ ഒത്തിരി നേരം ഇരിക്കുന്നവർക്കാവാം. അപ്പോൾ ഈ നെക്ക് പെയിൻ വരാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഈ ആയുർവേദത്തിൽ നെക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, ആ ട്രീറ്റ്മെൻറ്റുകളിൽ സത്വയിലെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. നെക്ക് പെയിൻ ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമാണ്. കാരണം ഒന്നാമത് ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികൾക്കും ഇന്ന് കമ്പ്യൂട്ടർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മൊബൈലിൻ്റെ വർദ്ധിക്കുന്ന ഉപയോഗം. ഇപ്പോൾ മൊബൈലിൻ്റെ ഒക്കെ അമിതമായ ഉപയോഗം കൊണ്ട് നമ്മുടെ നെക്ക് മസിൽസിന് സാധാരണ കവിഞ്ഞ സ്പാസംസ് അല്ലെങ്കിൽ ടഫ്നെസ് ഉണ്ടാവുകയും അത് പതുക്കെ നമ്മുടെ സെർവൈക്കൽ സ്പൈനിലോട്ട് പ്രഷർ കൊടുക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് നെക്കുമായിട്ട് റിലേറ്റഡുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ നടുവേദനയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ് വരുന്നതിനനുസരിച്ച് സ്പൈൻ സ്ട്രെയിറ്റൻ ചെയ്യുകയും അത് സ്പേസ് കുറയുക, അത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഞരമ്പിനെ ബാധിക്കുന്ന റേഡിക്കുലോപ്പതി, അതായത് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലത്തെ കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് തീർച്ചയായും മറ്റേതു ജീവിതശൈലി രോഗങ്ങൾ പോലെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ നെക്ക് പെയിനും. പക്ഷേ അതിന് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ പ്ലേസ് ചെയ്യുന്നതെല്ലാം മാക്സിമം നമ്മുടെ ഐ ലെവലിലേക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളൊരു സ്പൈനൽ സപ്പോർട്ടുള്ള എർഗണോമിക് ആയിട്ടുള്ള ചെയർസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിപ്പം മണിക്കൂറുകളോളം ഇരുന്നും അല്ലെങ്കിൽ കൺകുള്ളിൽ തന്നെ ശ്രദ്ധിച്ചും വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എപ്പം തന്നെ ഇടയ്ക്ക് നെക്കിനൊക്കെ ചെറിയ സ്ട്രെച്ചിങ്, അപ്പ് ഡൗൺ സൈഡ് വേസ് മൂവ്മെൻറ്റ്സ് ഒക്കെ ലൈറ്റായിട്ട് കൊടുത്ത് ഒരു ചെറിയൊരു സർക്കുലേഷനൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് മസിൽ സ്പാസം ഒന്ന് റിലീവ് ചെയ്യുന്ന ഒരു ശീലമാക്കുക. വളരെ ചെറിയ മാക്സിമം 1-2 മിനിറ്റേ നമുക്ക് വേണ്ടി വരുള്ളൂ. പക്ഷേ ഇത് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വലിയധികം ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കിടക്കുന്ന പൊസിഷൻ. ആക്ച്വലി പലപ്പോഴും നമ്മൾ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും തീരെ ശ്രദ്ധയില്ലാത്ത രീതിയിൽ കിടക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കട്ടിൽ കിടക്കുമ്പോഴാണെങ്കിൽ തന്നെ പലപ്പോഴും നമ്മൾ സൈഡൊക്കെ ചരിഞ്ഞ് കിടക്കുമ്പോഴും അല്ലെങ്കിൽ മലന്ന് കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നെക്കിൻ്റെ പൊസിഷൻ പ്രോപ്പറാകാതിരിക്കും. ഇതെല്ലാം ഗ്രാജുവലി നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ സ്പാസം വർദ്ധിപ്പിക്കുകയും അത് സ്പൈനിലേക്കുള്ള പ്രഷർ കൂട്ടുകയും ഫലമായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഓരോ കണ്ടീഷൻസൊക്കെ വരികയും ചെയ്യും. അപ്പം ചികിത്സയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ അവസ്ഥാനുസരണമാണ് ചികിത്സ. ഏത് മസ്കുലർ ലെവലിലാണോ ഇത് ബാധിച്ചിരിക്കുന്നത്, അത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് സ്പൈനൽ ലെവലിലോട്ട് പോയിട്ടുണ്ടോ, അതിൽ തന്നെ ഡിസ്കിൻ്റെയൊക്കെ സ്പേസ് റിഡക്ഷനോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടോ, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സയുടെ ഒരു രീതി നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം മസിൽ ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ മസാജും കിഴിയും, അതിന് പിജു എന്നൊരു ചികിത്സ, അതായത് നമ്മൾ പഞ്ഞിയിൽ എണ്ണ കുതിർത്ത് മസിൽസ്, ആ പിജു ചികിത്സ വളരെ എഫക്റ്റീവായിട്ട് ഉണ്ട്. അത് ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഗ്രീവാവസ്ഥ, അതായത് എണ്ണ കഴുത്തിൻ്റെ സെർവൈക്കൽ സ്പൈനിൻ്റെ ഉള്ളിൽ തടം കെട്ടി നിർത്തുന്ന ചികിത്സ. അതോടൊപ്പം തന്നെ കയ്യിലോട്ട് തരിപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പിടിച്ചിൽ പോലത്തെ കണ്ടീഷൻ ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കണ്ടീഷനാണ് നസ്യം, അതായത് കഴുത്തിന് ഷോൾഡറിൻ്റെ മുകളിലോട്ടുള്ള അസുഖങ്ങൾക്ക് ആയുർവേദം പറയുന്ന പഞ്ചകർമ്മ ചികിത്സയാണ് നസ്യം വളരെ എഫക്റ്റീവാണ് ഈ കണ്ടീഷൻ. എസ്പെഷ്യലി നമ്മളൊരു ന്യൂറോളജിക്കൽ, അതായത് റേഡിക്കുലോപ്പതി പോലത്തെ കണ്ടീഷൻസിലേക്ക് ഇത് വന്ന സമയത്ത് നസ്യത്തിൻ്റെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതായത് നെർവ് സ്റ്റിമുലേഷനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ നസ്യ ചികിത്സയും കൂടി ഇതിനോട് ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് രോഗികൾക്ക് അവരുടെ കണ്ടീഷനിൽ നിന്ന് നമുക്ക് മുക്തി നേടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നെക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് സത്വയിലെ ഡോക്ടർ ഷൈൻ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. സത്വ ആയുർവേദ ആയുരാരോഗ്യത്തിലെ ഇന്നത്തെ ഒരു സെഗ്മെന്റ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു സെഗ്മെന്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.